സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതിൽ 4 ചാപ്റ്ററാണ് മെയിനായി ഓർഗാനിക് കെമിസ്ട്രി ഉള്ളത്. അത് ഒന്നാമത്തെ ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. സെക്കൻഡ് ചാപ്റ്റർ ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. തേർഡ് ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഫോർത്ത് ചാപ്റ്റർ അമീൻസ്. ഇത് 4ആണ് ഓർഗാനിക്കായിട്ട് വരുന്നത്. പിന്നീട് ചെറിയൊരു സെക്ഷൻ, ഇത് വളരെ ചെറിയൊരു സെക്ഷനാണ് പോളിമേഴ്സ്, അതുപോലെ തന്നെ ബയോമോളിക്യൂൾസ്. ഓക്കെ. പിന്നെ ഒരു ചാപ്റ്റർ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന ചാപ്റ്റർ. ഓക്കെ. അതിൽ ആദ്യത്തേത് എഴുതിക്കോളൂ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. ഓക്കെ. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. നമുക്കറിയാം ഹാലജൻ ആറ്റമുള്ള കോമ്പൗണ്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് ആദ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽക്കൈൽ ഹാലൈഡാണ് പഠിക്കേണ്ടത്. എഴുതിക്കോ, ടൈപ്സ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് എഴുതുക. ടൈപ്സ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. അതിൽ സാധാരണ ആൽക്കൈൽ ഹാലൈഡ് 3 ടൈപ്പാണ്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ഹാലജൻ ആറ്റം എക്സ് അല്ലേ, ഹാലജൻ ആറ്റം കണക്ട് ചെയ്യുന്ന കാർബണിൽ 2 H ഉണ്ടാവും, കണ്ടില്ലേ. സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ഹാലജൻ ആറ്റം കണക്ട് ചെയ്യുന്ന കാർബണിൽ 1 H ഉണ്ടാവും. ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ഹാലജൻ ആറ്റം കണക്ട് ചെയ്യുന്ന കാർബണിൽ H ഉണ്ടാവില്ല. അതായത് CH2X ഇതാണെങ്കിൽ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, CHX ഇതാണെങ്കിലോ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, CX ഇതാണെങ്കിൽ ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രൈമറി ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, ടേഴ്സറി ആയിക്കോട്ടെ, ഹാലജൻ ആറ്റം കണക്ട് ചെയ്യുന്ന കാർബണിന് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, ഡയറക്റ്റായി ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിനൈലിക് എന്ന് വിളിക്കും. വിനൈലിക് ഹാലൈഡ്, വിനൈലിക്, VINYLIC, വിനൈലിക് ഹാലൈഡ്. ഓക്കെ. വിനൈലിക് എന്താ വിനൈലിക് ആവണമെങ്കിൽ ഒരു കാർബൺ ബോർഡിൽ ശ്രദ്ധിക്കണം, ഹാലജൻ ആറ്റം ഉണ്ട്. ആ ഹാലജൻ ആറ്റം കണക്ട് ചെയ്യുന്ന കാർബണിൽ നേരിട്ട് ഡബിൾ ബോണ്ട് വേണം എന്ന് പറഞ്ഞാൽ ആ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം. sp2. അപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിൻ്റെ കൂടെയാണ് ഹാലജൻ എങ്കിൽ അതിനെ നമ്മൾ വിനൈലിക് ഹാലൈഡ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ കാർബണിൻ്റെ കൂടെ ഹാലജൻ, അതിൻ്റെ തൊട്ടടുത്ത കാർബൺ എന്നാണ് ആൽഫ കാർബൺ, അതിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത കാർബൺ ആൽഫ കാർബൺ അതിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, മനസ്സിലായോ, അതിന് നമ്മൾ അലൈലിക് എന്ന് വിളിക്കും. അലൈലിക്, ALLYLIC, അലൈലിക്. ഓക്കെ. അലൈലിക്. ഇനി ഹാലജൻ അല്ലേ, വിനൈലിക്കും അലൈലിക്കും. ഇപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി പഠിച്ചു. പിന്നെയോ വിനൈലിക്കും പഠിച്ചു, അലൈലിക്കും പഠിച്ചു. ഇനി ബെൻസൈലിക്കാണ്. ഒരു ബെൻസീൻ റിങ് കണക്ട് ചെയ്യുന്ന കാർബണിൽ ഡയറക്റ്റായിട്ട് ഹാലജൻ ഉണ്ടാവണം. ഒരു ബെൻസീൻ റിങ് കണക്ട് ചെയ്യുന്ന കാർബണിൽ ഡയറക്റ്റായിട്ട് ഹാലജൻ ഉണ്ടെങ്കിൽ അതിനെ ബെൻസൈലിക് എന്ന് വിളിക്കും. ബെൻസൈലിക്, BNZYLIC. അതായത് ഹാലജൻ കണക്ട് ചെയ്യുന്ന കാർബൺ തൊട്ടടുത്ത ഇത് കാർബണിനോട് കൂടി എന്ത് റിങ് ഉണ്ടാവണം? ബെൻസീൻ റിങ്. ഹാലജൻ കണക്ട് ചെയ്യുന്ന കാർബൺ കണ്ടില്ലേ, അതിനോട് കൂടി എന്ത് റിങ് ഉണ്ടാവണം? ബെൻസീൻ റിങ്. അപ്പോൾ ബെൻസൈലിക് എന്ന് വിളിക്കും. പഠിച്ചല്ലോ. ഇനി അലൈലിക്കിലും ബെൻസൈലിക്കും 3 ടൈപ്പ് ഉണ്ടാവും. പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും, ടേഴ്സറി ഉണ്ടാവും. അതായത്
ഡബിൾ ബോണ്ട് ഉള്ള കാർബണിനോട് കണക്ട് ചെയ്യുന്നത് CH2X ആണെങ്കിൽ പ്രൈമറി അലൈലിക്ക്, ഡബിൾ ബോണ്ടുള്ള കാർബണിനോട് കണക്ട് ചെയ്യുന്നത് CHX ആണെങ്കിൽ സെക്കൻഡറി അലൈലിക്ക്, ഡബിൾ ബോണ്ടുള്ള കാർബണിനോട് കണക്ട് ചെയ്യുന്നത് CX H ഇല്ല എങ്കിൽ അതിനെ ടേർഷ്യറി അലൈലിക്ക് എന്ന് വിളിക്കും. പഠിച്ചോ? ഇനി ബെൻസീൻ റിങ്ങിൽ കണക്ട് ചെയ്യുന്ന കാർബണിലെ ബെൻസീൻ റിങ്ങിനോട് കണക്ട് ചെയ്യുന്ന കാർബൺ അത് CH2X ആണെങ്കിൽ പ്രൈമറി, CHX ആണെങ്കിലോ സെക്കൻഡറി ബെൻസൈലിക്ക്, CX ആണെങ്കിലോ ടേർഷ്യറി ബെൻസൈലിക്ക്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ബെൻസീൻ റിങ്ങിനോട് കൂടി നേരിട്ട് ഹാലജൻ കണക്ട് ചെയ്താൽ അതിനെ അറൈൽ ഹാലൈഡ് എന്ന് വിളിക്കും. ബെൻസീൻ റിങ്ങിനോട് നേരിട്ട് ഹാലജൻ കണക്ട് ചെയ്താൽ അതിനെ വിളിക്കും അറൈൽ ഹാലൈഡ് എന്ന് വിളിക്കും. കേട്ടോ? ബെൻസീൻ റിംഗ് ആണിത്, അതിനോട് നേരിട്ട് ഹാലജൻ കണക്ട് ചെയ്താൽ എന്താ വിളിക്കും? അതിനെ അറൈൽ ഹാലൈഡ്. ഓക്കെ, യെസ്. ഇനി IUPAC നോമൻക്ലേച്ചറാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, എന്നാലും 1-2 കോമ്പൗണ്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. കേട്ടില്ലേ? അപ്പം നിങ്ങൾ ഞാൻ ബോഡിയിൽ എഴുതുന്ന കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. CH3 CH2 അതിലെ ദെൻ CHCl then CH3 C3. ഇതാണ് കോമ്പൗണ്ട് ഇരിക്കുക. പറയുമ്പോൾ തന്നെ എഴുതുക. CH3 CH2 CHCl CH3 CH3. ഇതാണ് കോമ്പൗണ്ട് എങ്കിൽ ഇതിൽ നമുക്കറിയാം ക്ലോറിനും മീഥൈലും സബ്സ്റ്റിറ്റ്യൂൻ്റ് ഗ്രൂപ്പ് മാത്രമാണ്. ഹാലജൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിലും അതിനെ ഫങ്ഷണൽ ഗ്രൂപ്പായി കണക്കാക്കാറില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എയിം എന്താ വെച്ചാൽ ഇവിടെ മീഥൈലുണ്ട് ക്ലോറിനുണ്ട്, ഏത് ഭാഗത്ത് നിന്ന് കൂട്ടിയാലാണ് ചെറിയ നമ്പർ കിട്ടുക, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതാണ് എടുക്കുക. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 4 5 അല്ലേ? അപ്പോൾ ഈ മീഥൈൽ ഗ്രൂപ്പിൻ്റെ നമ്പർ 2ഉം ഈ ക്ലോറിൻ്റെ നമ്പർ 3ഉം, 2ഉം 3ഉം എത്ര? 5. ഈ സൈഡിൽ നിന്നാണ് നമ്പർ ചെയ്തെങ്കിലോ 1 2 3 4 3 4 എത്ര? 7. അപ്പോൾ അതല്ലേ ചെറുത്. ഇനി പേര് എഴുതുമ്പോൾ ക്ലോറോ വരും, മീഥൈൽ വരും. ഏത് ആൽഫബറ്റിക് കോഡിൽ ആദ്യം? ക്ലോറോ. അപ്പോൾ എന്ത് ക്ലോറോ? 3 ക്ലോറോ പിന്നെ 2 മീഥൈൽ, 3 ക്ലോറോ 2 മീഥൈൽ പിന്നെ പെൻറ്റൈൻ, 3 ക്ലോറോ 2 മീഥൈൽ പെൻറ്റൈൻ. ഓക്കെ, ഇനി ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേർഷ്യറി ആണോ അലൈലിക്ക് ബെൻസൈലിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ നോക്കുക. ഏതായാലും അലൈലിക്ക് ബെൻസൈലിക്ക് അങ്ങനെയൊന്നും ഇല്ല, കാരണം അങ്ങനെ ഡബിൾ ബോണ്ടോ ബെൻസീൻ റിങ്ങോ ഇല്ല. പക്ഷേ ഇത് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. എങ്ങനെ മനസ്സിലായി സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്? കാരണം ഈ കോമ്പൗണ്ടിൽ ഏത് ഹാലജൻ ആറ്റം കണക്ട് ചെയ്യുന്ന കാർബൺ CH അല്ലേ? CH. അപ്പോൾ ഇതെന്ത് ആൽക്കൈൽ ഹാലൈഡ് ആണ്? സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. അതുകൂടി അവിടെ എഴുതി വെക്കണം കേട്ടോ. പേര് എഴുതുന്നതോടൊപ്പം അത് ഏത് ആൽക്കൈൽ ഹാലൈഡ് ആണെന്ന് കൂടി എഴുതി വെക്കണം. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കുക. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് C H Cl C CH3 നോക്കുക. ഈ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഇതിൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇതിന് ഡബിൾ ബോണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന് ചെറിയ നമ്പർ കിട്ടണം. നോ ഡൗട്ട്. ഈ സൈഡ് നമ്പർ ചെയ്യുമ്പോൾ ഇതിന് 1 ഇത് 2 ഇത് 3 4 5 നമ്പർ കിട്ടിയില്ലേ? അപ്പോൾ 1 കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്ലോറോ ഉണ്ട് മീഥൈലുണ്ട്, ഏതാദ്യം വരുക? ക്ലോറോ. അപ്പോൾ എത്ര ക്ലോറോ? 3 ക്ലോറോ പിന്നെ 4,4 ഡൈമീഥൈൽ പിന്നെ എന്താണ് ടോട്ടൽ 5 അല്ലേ? പെൻറ്റ് 1 ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേർഷ്യറി ആണോ? ഇത് സെക്കൻഡറി ആണ്. CH അല്ലേ? CHCl. ഇത് അലൈലിക് ആണോ അല്ലയോ? ആണ്. എന്താ കാരണം അലൈലിക് ആകാൻ? ആ CH കണക്ട് ചെയ്യുന്ന കാർബണിൽ CH കഴിഞ്ഞാൽ നെക്സ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ടില്ലേ ഉണ്ട്. അപ്പോൾ ഇത് അലൈലിക്കാണ്. അപ്പോൾ ഇത് സെക്കൻഡറി അലൈലിക്കാണ്. ആഡ് ചെയ്ത് വെക്കണം, സെക്കൻഡറി അലൈലിക്. ഓക്കെ, സെക്കൻഡറി അലൈലിക്. അടുത്ത കോമ്പൗണ്ട് നോക്കുക. CH3 C ഇവിടെ BR ആയിക്കോട്ടെ, BR C2H5 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് കോമ്പൗണ്ട് ഇരിക്കുക. അപ്പോൾ ഇതിൽ ആർക്കാ ഇമ്പോർട്ടൻസ്? ഡബിൾ ബോണ്ടിന്. അപ്പോൾ ഇത് 1 കിട്ടിയില്ലേ? 1. ഇതെത്ര? 2 3 4
5 ഇങ്ങോട്ട് എഴുതാം, 6 ഇങ്ങോട്ട് എഴുതാം. ഇങ്ങോട്ട് എഴുതാം, താഴോട്ടല്ല 6, CH5 വന്നാൽ 6. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ പേര് എഴുതുമ്പോൾ 4-bromo 4-methyl ആവും. 4-bromo 4-methyl, 4-bromo 4-methyl. പിന്നെ എന്താണ്? ഹെക്സ് 1-ene. 4-bromo 4-methyl hex 1-ene. ഓക്കെ, 4-bromo 4-methyl hex 1-ene. ക്ലിയർ? ഓക്കെ. ഇത് ഒരു കാര്യം, ഇത് ടേഴ്സറി ഹാലൈഡാണെന്ന് മനസ്സിലായോ? കാരണം ഈ ടേഴ്സറി ആവാൻ കാരണം Br കണക്ട് ചെയ്യുന്ന കാർബണിൽ H ഇല്ല. പക്ഷേ ഇത് അലൈലിക് ആണോ അല്ലയോ? സംശയം തോന്നും അലൈലിക് ആണെന്ന്, കാരണം ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട്. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് ബ്രോമിൻ കണക്ട് ചെയ്യുന്ന കാർബൺ CH2 അല്ലേ, അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലയോ? ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള കാർബണിലെ ഡബിൾ ബോണ്ട്. അപ്പോൾ ഇത് അലൈലിക് അല്ല. ഇത് സാധാരണ ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ്. എഴുതിച്ചേ, ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ്. കിട്ടില്ലേ? ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് നോക്കുക. CH3 CH ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് C, ഇവിടെ അയോഡിൻ, then CH3, then CH3. ഇതാണ് കോമ്പൗണ്ട് ഇരിക്കുക. ഈ കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ടാണ് മെയിൻ. അപ്പോൾ 1, 2 ഇങ്ങനെ ഇങ്ങോട്ടാകുമ്പോൾ 1, 2, 3 ആവും. അപ്പോൾ നോ ഡൗട്ട് 2 അല്ലേ ചെറുത്. അപ്പോൾ ഈ സൈഡിൽ നമ്പർ ചെയ്തു 1, 2, 3, 4, 5. കിട്ടിയില്ലേ? ഇനി പേര് എഴുതുമ്പോൾ എന്താ പേര്? മീതൈൽ അയോഡോ അല്ല, ആദ്യം 4 അയോഡോ 4-methyl, 4 അയോഡോ 4-methyl, 4 അയോഡോ 4-methyl. പിന്നെ പെൻഡ്-2-ene. ക്ലിയർ? ഇത് ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ് ആണെന്ന് മനസ്സിലായോ? അതെ, ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ് ആവാൻ കാരണം അയോഡിൻ കണക്ട് ചെയ്ത കാർബണിൽ H ഇല്ല. ഇത് അലൈലിക് ആണോ അല്ലയോ? യെസ്. എന്താ കാരണം? അയോഡിൻ കണക്ട് ചെയ്ത കാർബൺ 4-മത്തേല്, തൊട്ടടുത്ത കാർബൺ 3-മത്തേല് ഡബിൾ ബോണ്ട് ഇല്ലേ? യെസ്. അതുകൊണ്ട് അത് അലൈലിക് ആണ്. പഠിച്ചോ? അപ്പോൾ അത് അലൈലിക് ടേഴ്സറി ഹാലൈഡ് ആണ്. അലൈലിക് ടേഴ്സറി ഹാലൈഡ്. ക്ലിയർ? ഇനി അടുത്ത് നോക്കുക. നെക്സ്റ്റ്, യെസ്, ഇവിടെ നോക്കുക. ബെൻസീൻ റിങ്, ക്ലോറിൻ. ബെൻസീനും ക്ലോറിൻ അതില്ലേ? ബെൻസീൻ റിങ് Cl ഉണ്ട്. ഇവിടെ നമുക്കൊരു CH3 എഴുതാം. ഇത് ഒരു അറൈൽ ഹാലൈഡാണ്. എന്താ കാരണം അറൈൽ ഹാലൈഡ് ആവും? കാരണം ഹാലജൻ കണക്ട് ചെയ്ത കാർബൺ നേരെ ബെൻസീൻ റിങ്ങിലല്ലേ? അറൈൽ ഹാലൈഡാണ്. അപ്പോൾ പേര് എഴുതുമ്പോൾ ക്ലോറിൻ ഉണ്ട്, മീഥൈൽ ഉണ്ട്. എങ്ങനെയായാലും ഇത് 1 ആണെങ്കിൽ ഇത് 3 കിട്ടും. 1, 2, 3. ഇത് 1 ആണെങ്കിൽ ഇത് 3 കിട്ടും. അപ്പോൾ എങ്ങനെ കൂട്ടിയാലും 4 കിട്ടൽ. പിന്നെ ഇതാരും 1 കൊടുക്കരുതേ, കാരണം ആ സബ്സ്റ്റൻസ് ഉള്ളതിനെ 1 കൊടുത്ത് പോസിബിലിറ്റി നോക്കാൻ പാടുള്ളൂ. അപ്പോൾ 1, 3, 4. അന്നേരം നമ്മൾ ആൽഫബറ്റിക് ഓർഡർ നോക്കും. ഏത് ആൽഫബറ്റിക് ഓർഡർ? ക്ലോറോ ആണോ ആദ്യം മീഥൈലാണോ? ക്ലോറോ. അപ്പോൾ ക്ലോറിന് 1 കൊടുക്കുക. 1, 2, 3, 4, 5, 6 പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ പേര് 1-chloro 3-methyl benzene. 1-chloro 3-methyl benzene. കിട്ടോ? 1-chloro 3-methyl benzene ആണ് കോമ്പൗണ്ട്. ഇത് അറൈൽ ഹാലൈഡ് ആണ്. ഓക്കെ, അടുത്ത് നോക്കുക. ബെൻസീൻ റിങ്, യെസ്, CH2 Cl. കണ്ടോ നിങ്ങൾ? ഈ കോമ്പൗണ്ട് ഒരു അറൈൽ ഹാലൈഡ് അല്ല. എന്തുകൊണ്ട് അറൈൽ ഹാലൈഡ് അല്ല? ഹാലജൻ കണക്ട് ചെയ്യുന്ന കാർബൺ നേരിട്ട് ചെയ്ത് റിങ്ങിലല്ല, ബെൻസീൻ റിങ്ങിലല്ല. അപ്പോൾ ഇത് അറൈൽ ഹാലൈഡ് അല്ല. പക്ഷേ ഇതൊരു പ്രൈമറി ഹാലൈഡ് ആണ്. മാത്രമല്ല ഇത് ബെൻസൈലിക് ആണ്. എന്തുകൊണ്ട് ഇത് ബെൻസൈലിക് ആണ്? ബെൻസീൻ റിങ് കഴിഞ്ഞ് നെക്സ്റ്റ് കാർബണിലല്ലേ ഹാലജൻ. അപ്പോൾ ഇത് ബെൻസൈലിക് ഹാലൈഡ് ആണ്. അത് ബെൻസൈലിക് പ്രൈമറി ആണ്. എന്തുകൊണ്ട് ബെൻസൈലിക് പ്രൈമറി ആണ്? കാരണം ബെൻസീൻ റിങ് കണക്ട് ചെയ്യുന്ന കാർബണിൽ നേരിട്ട് ക്ലോറിനും ഉണ്ട്, അതോടൊപ്പം ആ ക്ലോറിൻ കണക്ട് ചെയ്ത കാർബണിൽ എത്ര H ഉണ്ട്? 2 H ഉണ്ട്. അതുകൊണ്ട് ഇത് പ്രൈമറി ബെൻസൈലിക് ഹാലൈഡ് ആണ്. ഓക്കെ, ഇതിൻ്റെ പേര് എഴുതുമ്പോൾ ഇത് ക്ലോറിനാണ്, ഇത് ബെൻസീൻ റിങ് ആണ്, ഫിനൈൽ. ഈ ബെൻസീൻ റിങ്ങിന് എന്താ വിളിക്കുക? ഫിനൈൽ. അപ്പോൾ ഫിനൈലാണോ ആദ്യം ക്ലോറോ ആണോ? ക്ലോറോ. അപ്പോൾ ക്ലോറോ ഫിനൈൽ മീഥൈൻ. 1 എന്ന നമ്പർ എഴുതേണ്ട ആവശ്യമില്ല, 1 തന്നെ അല്ലേ അത്. അപ്പോൾ ക്ലോറോ ഫിനൈൽ മീഥൈൻ, ക്ലോറോ ഫിനൈൽ മീഥൈൻ. ഈ ക്ലോറോ ഫിനൈൽ മീഥൈലിൻ്റെ കോമൺ നെയിമാണ് ബെൻസൈൽ ക്ലോറൈഡ്, BNZYL, ബെൻസൈൽ ക്ലോറൈഡ്. ക്ലോറോ ഫിനൈൽ മീഥൈൻ്റെ ഏതാണ്? കോമൺ നെയിമാണ് ബെൻസൈൽ ക്ലോറൈഡ്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നോക്കുക, ഇനി കോമ്പൗണ്ടും കൂടെ ശ്രദ്ധിക്കുക.
ഞാൻ വരയ്ക്കുന്ന പോലെ വരക്കണേ. യെസ്, ഓക്കെ. ഈ കോമ്പൗണ്ട് നോക്കേ, ഈ കോമ്പൗണ്ടിൽ ബ്രോമിനും ക്ലോറിനും ഒക്കെ ഉണ്ട്. പക്ഷേ ഏതിനാണ് ഇമ്പോർട്ടൻസ്? ഡബിൾ ബോണ്ട്. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 അല്ലേ? അപ്പോൾ കോമ്പൗണ്ട് പേര് എഴുതുമ്പോൾ ബ്രോമോ അല്ലേ ആദ്യം വരുക. 5 ബ്രോമോ 2 ക്ലോറോ, 5 ബ്രോമോ 2 ക്ലോറോ, പിന്നെ പറയൂ 5 മീഥൈൽ, 5 മീഥൈൽ, പിന്നെ ഹെക്സ് 1 ഹെക്സ് 1. ഓക്കെ, ഇതൊരു വിനൈലിക് ഹാലൈഡ് ആണ്. അതോടൊപ്പം ഇത് ടേഴ്സറി ഹാലൈഡ് കൂടെയാണ്. വിനൈലിക് ആവാൻ കാരണം ക്ലോറിൻ കണക്ട് ചെയ്ത കാർബൺ ഡബിൾ ബോണ്ട് വന്നു. ടേഴ്സറി ആവാൻ കാരണം ഏത്? അവിടെ ടേഴ്സറി ഹാലജൻ ഇവിടെയുണ്ട്, ടേഴ്സറി ആൽക്കിൽ ഹാലൈഡ് ഗ്രൂപ്പ് ഇവിടെയുണ്ട് അല്ലേ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചിലപ്പോൾ 2 ഗ്രൂപ്പുകളൊക്കെ വരാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ആ തരത്തിലുള്ള സ്ട്രക്ചർ വന്നാലും ഇനി മനസ്സിലാവുമല്ലോ ഇല്ലേ? ഇനി അടുത്തത് ഇത് നോക്കുക. ഇവിടെ ഓക്കെ, യെസ്, ഒരു സൈക്ലോ ഹെക്സൈൻ റിംഗ് വരച്ചിട്ട് ഞാൻ ഒരു ബ്രോമിനും 2 മീഥൈലും വരച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനാണെന്ന് വെച്ചാൽ ഏതിനുമില്ല. പ്രത്യേകം പറയാം, ഇതിൽ ഏതിനുമില്ല കേട്ടോ. ബ്രോമിനും മീഥൈലൊക്കെ സബ്സ്റ്റൻറ്റ് ഗ്രൂപ്പായിട്ട് കണക്കാക്കും. പക്ഷേ കൂട്ടുമ്പോൾ ചെറുത് കിട്ടണം. എവിടെ നിന്ന് തുടങ്ങാം, നമ്പർ എവിടെ ഇടണം നിങ്ങൾക്ക് നിർബന്ധമില്ല. പക്ഷേ എങ്ങനെയായാലും ഏതെങ്കിലും ഒരു സബ്സ്റ്റൻറ്റ് ഗ്രൂപ്പുള്ള കാർബണിലെ നമ്പർ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് 1 കൊടുത്താൽ ഇത് 2 കൊടുത്ത് ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 അങ്ങനെ നമ്പർ കൊടുത്താൽ 1, 2, 3, 3, 4, 7. ഇനി നിങ്ങൾ വിചാരിക്കും ബ്രോമിനല്ലേ ആദ്യം, അപ്പോൾ അത് വെറുതെ നമ്പർ കൊടുത്ത് നോക്കി 1, 2, 3, 4, അപ്പോൾ അധികമായി 8ആയി. ഇതൊന്ന്, ഇത് 3, 4, 7, 1 8ആയി. അപ്പോൾ ഇതാണ് നമ്പറിങ്. പഠിച്ചോ? അപ്പോൾ പേരെന്താ എഴുതുക? 4 ബ്രോമോ 2, 3 സോറി എത്ര 1, 2 ഡൈമീഥൈൽ, 4 ബ്രോമോ 1, 2 ഡൈമീഥൈൽ സൈക്ലോ ഹെക്സൈൻ. കിട്ടിയോ? ഇതൊരു എന്ത് ഹാലൈഡാണ്? സെക്കൻഡറി ആൽക്കിൽ ഹാലൈഡാണ്. എന്താ കാരണം? ഇവിടെ ബ്രോമിൻ കണക്കുന്ന കാർബണിൽ എന്തുണ്ട്? CH അല്ലേ? ഇതൊക്കെ ഒരു ബ്രോമിനുണ്ട് 2 വരിയുണ്ട്, അപ്പോൾ ഒരു HL ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡാണ്. ക്ലിയർ? ഇതാണ് കോമ്പൗണ്ട് ഇരിക്കാം. ഈ കോമ്പൗണ്ട് ആണെങ്കിലേ ഇതിൽ ആർക്കാണ് ഇമ്പോർട്ടൻസ്? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ഇത് 1 ഇത് 2 അല്ലെങ്കിൽ ഇതൊന്ന് ഇത് 2 അങ്ങനെ പറ്റും കേട്ടോ. അല്ലാതെ ഇതൊന്ന് 2 3 4 5 അങ്ങനെ ആക്കാൻ പാടില്ല കേട്ടോ. ഇനി നോ ഡൗട്ട് ഇത് 1 കൊടുത്താൽ ഇത് 2 കിട്ടും, ഇത് 3 കിട്ടും. എന്തായാലും 1 കിട്ടുമല്ലോ ഡബിൾ ബോണ്ടിന്. പക്ഷേ ആ 3 കിട്ടിയില്ലേ ബ്രോമിനും മീഥൈലിനും? ഇപ്രാ 1 കൊടുത്താൽ 2 3 4 5 കിട്ടല്. ഏതാ ചെറുത്? 3 അല്ലേ ചെറുത്? അപ്പോൾ പേരെന്താ പറയൂ? 3 ബ്രോമോ 3 മീഥൈൽ സൈക്ലോപെൻറ്റ് 1. ആ പെൻറ്റീൻ എന്ന് പറയാനും കുഴപ്പമൊന്നുമില്ല, സൈക്ലോപെൻറ്റീൻ കേട്ടോ. സൈക്ലോപെൻറ്റ് 1. ഇതൊരു ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡാണ്. കാരണം ഈ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. അതോടൊപ്പം ഇത് അലൈലിക്കുമാണ്. തൊട്ടടുത്ത കാർബണിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ അലൈലിക്ക് ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡാണ് കേട്ടോ. അലൈലിക് ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് എല്ലാ ടൈപ്പും മനസ്സിലായല്ലോ. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ആൽക്കൈൽ ഹാലൈഡ് എന്ന് ഹെഡിങ് എഴുതുക. പ്രിപ്പറേഷൻ ആൽക്കൈൽ ഹാലൈഡ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ റിയാക്ഷൻസ് പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് പഠിച്ചാലേ എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ആൽക്കഹോളിൻ്റെ ഫോമുല ROH ആണ്. ഈ ആൽക്കഹോളിനെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ആക്കിയത് RX. അപ്പോൾ ROHനെ RX ആക്കുന്നു. ഇപ്പം ഞാൻ ഈ ബോർഡിൽ പറയുന്ന ഇമ്പോർട്ടൻസ് മാത്രമേ അതിനുള്ളൂ. സെൻറ്റൻസുകൾ എഴുതി പഠിക്കേണ്ട ആവശ്യം ഈ ഭാഗത്തില്ല. അപ്പോൾ ആൽക്കഹോളിൽ നിന്നാണ് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സെറ്റ് റിയേജൻറ്റ് പറഞ്ഞുതരാം. യെസ്, ROHനെ RCl ആക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻസ് ഒന്നിക്കിൽ PCl5 അല്ലെങ്കിൽ PCl3 അല്ലെങ്കിൽ SOCl2 അല്ലെങ്കിൽ HCl ഇൻ ദി പ്രസൻസ് ഓഫ് ZnCl2. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു കൺവേർഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്.
ROH to RCl. അതിന് ഉപയോഗിക്കുന്ന റിയേജൻസ് ഇത് മുഴുവൻ റിയേജൻസ് ഒരുമിച്ച് ഉപയോഗിക്കരുത്, ഏതെങ്കിലും ഒന്ന്. അതായത് ROHനെ RCl ആക്കണമെങ്കിൽ ഒന്നുകിൽ PCl5 ഉപയോഗിക്കാം, അല്ലെങ്കിൽ PCl3 ഉപയോഗിക്കാം, അല്ലെങ്കിൽ SOCl2 ഉപയോഗിക്കാം. SOCl2 എന്ന് പറഞ്ഞാൽ തയോനൈൽ ക്ലോറൈഡ്, അല്ലെങ്കിൽ HCl ഇൻ ദി പ്രസൻസ് ഓഫ് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ROHനെ RBr ആക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഫോസ്ഫറസ് PBr3 ആണ് ഉപയോഗിക്കുക. PBr5 ഇല്ലാത്തതുകൊണ്ട് PBr3. ഈ PBr3ക്ക് തുല്യമാണ് PBr2. അതായത് ഫോസ്ഫറസും ബ്രോമിനും രണ്ട് ഫോസ്ഫറസും ബ്രോമിനും റിയാക്ട് ചെയ്താലാണ് ഏത് കിട്ടൽ? PBr3. അപ്പോൾ PBr2 എഴുതി കഴിഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കുക? PBr3. അപ്പോൾ ഈ ഡബിൾ ബോണ്ടൊക്കെ വിചാരിക്കുക. അതുകൊണ്ട് PBr3 എന്താണ്? ഒരു സ്ലാഷ് ഇട്ടിട്ട് PBr2 എഴുതുക. അത് രണ്ടും ഒന്നാണേ. പിന്നെ PBr2 ഓർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനം HBr ആണ്, കോൺസെൻട്രേറ്റ് HBr. ഈ കോൺസെൻട്രേറ്റ് HBr ഉപയോഗിക്കുമ്പോൾ ഇൻ ദി പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അത് വേണം, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ. ഇത് രണ്ടുമാണ് ഏതിന് ഉപയോഗിക്കൽ? BR ഉണ്ടാക്കാൻ ഉപയോഗിക്കൽ. ഇനി ROHനെ RI ആക്കണം. പറയുന്ന സമയത്ത് തന്നെ എഴുതുക ROH RI. അതിനുപയോഗിക്കുന്ന റിയേജൻസ് ഒന്ന് PBr2 അല്ലെങ്കിൽ എന്താ പറയുക PI3 ഇല്ലാത്തതുകൊണ്ടാണ് PI3 അല്ല ഉപയോഗിക്കൽ. ആ സമയത്ത് ഫോസ്ഫറസും ബ്രോമിനും അയോഡിനും മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കലാണ്. അപ്പോൾ ഈ PI3 അല്ലെങ്കിൽ PBr2 കിട്ടില്ലേ? ഓക്കെ. ഇനി അല്ലെങ്കിൽ ഉപയോഗിക്കുക KI ഇൻ ദി പ്രസൻസ് ഓഫ് H3PO4 KI H3PO4. ഓക്കെ. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ എല്ലാവരും എഴുതിയില്ലേ? കൺവേർഷൻ, പിന്നെ റിയേജൻസ്. ഒന്ന് ROH ഗീവ്സ് RCl. ROHനെ എന്താക്കി മാറ്റണം? RCl. വായിക്കൽ ROH to RCl കേട്ടോ. ആൽക്കഹോൾ ടു ആൽക്കൈൽ ക്ലോറൈഡ് വേണം, അങ്ങനെ എഴുതിക്കോ. ROH to RCl അതാ കൺവേർഷൻ. പിന്നെ ROH to RCl റിയേജൻസ് പറഞ്ഞേ PCl5 അല്ലെങ്കിൽ PCl3 അല്ലെങ്കിൽ SOCl2 അല്ലെങ്കിൽ HCl ഇൻ ദി പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് സെറൻസിയൽ2 കേട്ടോ. അടുത്ത് രണ്ടാമത്തെ ROH to RBr ഉപയോഗിക്കുന്നത് PBr3യുടെ വേറൊന്ന് PBr2 അല്ലെങ്കിൽ PBr3 അല്ലെങ്കിൽ PBr രണ്ടും ഒന്ന് തന്നെ. പിന്നെ കോൺസെൻട്രേറ്റ് HBr മാത്രം കണ്ടാലും എഴുതിക്കോ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് HBr ഇൻ ദി പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്. പിന്നെ ROH to RI ആൽക്കഹോൾ ടു ആൽക്കൈൽ അയോഡൈഡ്, അത് PBr2 അല്ലെങ്കിൽ PI3. അത് രണ്ടും ഒന്നുകിൽ PBr2 കാണാം അല്ലെങ്കിൽ PI3 കാണാം. പിന്നെ അല്ലെങ്കിൽ രണ്ടാമത്തത് KI ഇൻ ദി പ്രസൻസ് ഓഫ് H3PO4. അപ്പോൾ ഇതിൽ ഏത് ആൽക്കഹോൾ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് CH3CH2OH എഴുതാം. നിങ്ങൾക്കത് വേറെ ഏത് ആൽക്കഹോൾ ആയാലും ആ OH മാത്രമേ നിങ്ങൾ നോക്കണ്ടോ കേട്ടോ. അപ്പോൾ CH3CH2OH. ഇനി എന്ത് ചെയ്യുന്നു? CH3CH2OH ഇവിടെ എഴുതണ്ടേ CH3CH2OH. ഇത് പ്ലസ് PCl5 കേട്ടോ. പ്ലസ് PCl5 പ്രോഡക്റ്റ് എന്ത് കിട്ടും? CH3CH2Cl. ബൈ പ്രോഡക്റ്റ് ഞാൻ എഴുതാൻ പറഞ്ഞുതരാം. അത് ബൈ പ്രോഡക്റ്റ് എഴുതിയ ശേഷം ചെയ്യാം. നോക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യുന്നത് ഒരു Cl ഇവിടെ വന്നു OHന് പകരം. ഇനി പിന്നെന്താ എഴുതിയോ? POCl3 ഉണ്ടാവും. POCl3. ഇനി ആകെ പിന്നെ ഒരു HCl ബാക്കിയുള്ളൂ. ഇതാണ് പ്രോഡക്റ്റ്. പഠിച്ചില്ല? ഇക്വേഷൻ ഇതാ പഠിച്ചല്ലോ. ഏത് ആൽക്കഹോൾ ആയാലും ആ OHന് മാത്രമേ ഇമ്പോർട്ടൻസ്, ആ OHന് പകരം ക്ലോറിൻ വന്നു. ഇനി CH3CH2OH പ്ലസ് PCl3 ഇതാണ് ഇരിക്കുക, പ്ലസ് PCl3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്നത് CH3CH2Cl അല്ലേ? ഒന്ന് CH3CH2Cl പ്ലസ്. അടുത്ത് നോക്കുക. ഇനി നിങ്ങൾ ഈ ബാലൻസ് ചെയ്യണമെങ്കിൽ മാത്രം, ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓർഗാനിക് കെമിസ്ട്രിയിൽ. ഇത് 3 എണ്ണം എഴുതുക. 3CH3CH2OH എഴുതുക കേട്ടോ. 3CH3CH2OH. അങ്ങനെയാണെങ്കിൽ 3CH3CH2Cl കിട്ടും. 3CH3CH2Cl. അപ്പോൾ എല്ലാ OHന് പകരം Cl ആയി. ഇനി എന്താ ഇനി ബാക്കിയുള്ളത്? ഒരു P ഉണ്ടാവും, ഒരു OH ഉണ്ടാവും. അപ്പോൾ P പ്ലസ് POH ത്രൈസ്. ഈ POH ത്രൈസ് ആണ് H3PO3 അല്ലേ വരുക? H3PO3 കേട്ടോ. ഈ POH ത്രൈസിന് പകരം H3PO3 ചെയ്താൽ മതി. ഫോസ്ഫോറസ് ആസിഡ്. അടുത്ത് നോക്കുക.
CH3 CH2 OH പ്ലസ് SOCl2 എന്ന് പറഞ്ഞാൽ തയോനൈൽ ക്ലോറൈഡ്. അപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എന്തായാലും ഏത് കിട്ടും? C3CH2Cl കിട്ടും. പിന്നെ കിട്ടുന്നത് SO2ഉം HCl ആണ്. SO2ഉം HCl. ഈ റിയാക്ഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന രണ്ട് SO2 HCl അല്ലേ ബൈ പ്രോഡക്റ്റ്. ആ ബൈ പ്രോഡക്റ്റ് രണ്ട് ഗ്യാസാണ്. അതുകൊണ്ട് പ്രിപ്പറേഷൻ എളുപ്പമാണ്. കാരണം ആ ഗ്യാസ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ലിക്വിഡാണ്, ഇതൽ ക്ലോറൈഡ് ലിക്വിഡാണ്. കിട്ടുക? അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത് CH3CH2 OH പ്ലസ് HCl ഇൻ ദി പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് NCl2. അപ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ ഈ OHും ഈ H കൂടെ വാട്ടർ ആവും. അപ്പോൾ -H2O. ആ H2Oനെ ഇത് റിമൂവ് ചെയ്യും. സിങ്ക് ക്ലോറൈഡ് പ്രോഡക്റ്റ് എന്ന് കിട്ടും C3CH2Cl. ഇതിന് വേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് ആൽക്കഹോളിൻ്റെ പാഠത്തിൽ. അന്നേരം തന്നെ പറഞ്ഞുതരാം. കിട്ടോ? ആൽക്കഹോളിൻ്റെ പാഠത്തിൽ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഹൗ വിൽ യു കൺവേർട്ട് ഈഥൈൽ ആൽക്കഹോൾ ടു ഈഥൈൽ ക്ലോറൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോളിൻ്റെ ഈഥൈൽ ക്ലോറൈഡായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഈ ഇപ്പം ഞാൻ എഴുതിയ എല്ലാ റിയാക്ഷൻസും ഇതാ. കിട്ടോ? അല്ലെങ്കിൽ ഹൗ ഡസ് എത്തനോൾ റിയാക്ട്സ് വിത്ത് PCl3 ചെയ്യില്ലേ? ഹൗ ഡസ് എത്തനോൾ റിയാക്ട്സ് വിത്ത് PCl5? ഹൗ ഡസ് എത്തനോൾ റിയാക്ട്സ് വിത്ത് SOCl2? അങ്ങനെ ഹൗ ഡസ് എത്തനോൾ റിയാക്ട്സ് വിത്ത് HCl ഇൻ ദി പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് NCl2 എന്നൊക്കെ പറഞ്ഞ് ഉത്തരം ചെയ്താലോ? ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ പഠിച്ചത് BR ആക്കാനാണ്. അപ്പോൾ ഞാൻ എത്തനോൾ മാത്രം എടുത്ത് എഴുതുന്നു. ബാക്കി ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാം. C3CH2 OH പ്ലസ് ഏതാണ് P⁻Br2 അല്ലേ പറഞ്ഞേ? P⁻Br2 പകരം PBr3 എഴുതിയാൽ മതി. PBr3 എഴുതുമ്പോൾ PCl3 പോലെ തന്നെ 3CH3CH2 OH പ്രോഡക്റ്റ് 3CH3CH2Br പ്ലസ് POH ത്രൈസ്. കിട്ടിയോ? ഓക്കെ. അതേപോലെ തന്നെ CH3CH2 OH പ്ലസ് HBr. എയറോ മാർക്കിൻ്റെ മുകളിൽ സൾഫ്യൂരിക് ആസിഡ് എഴുതിയാൽ നല്ലതായി. കിട്ടുക? അപ്പോൾ എന്താ കിട്ടുക? OH H കൂടെ എന്തായി? വാട്ടറായി. -H2O. എന്താ പ്രോഡക്റ്റ് കിട്ടുക? C3CH2Br. ഓക്കെ. ഇനി അടുത്തത് C3CH2 OH പ്ലസ് P⁻I2. C3CH2 OH പ്ലസ് ഏതാ? P⁻I2 അല്ലേ? P⁻I2 എന്താ? Pi3. അഗെയിൻ ഇത് 3C3CH2 OH എഴുതാം. എന്താ പ്രോഡക്റ്റ്? 3C3CH2I പ്ലസ് POH ത്രൈസ് പോരെ? H3PO3. ക്ലിയർ ആയോ? ഇനി അടുത്ത് CH3CH2 OH പ്ലസ് HI പറ്റില്ല കേട്ടോ. HI റെഡ്യൂസിങ് ഏജൻ്റ് ആയതുകൊണ്ട് HI ഉപയോഗിക്കാൻ പറ്റില്ല. കേട്ടോ? അപ്പോൾ പിന്നെ അതുകൊണ്ട് KI ഉപയോഗിക്കുക. KI കൂടാതെ ഏത് വേണം? ഏതിൻ്റെ പ്രസൻസിലാണ് ഉപയോഗിക്കുക? H3PO4. ഏതാ? H3PO4 പ്ലസ് H3PO4 എഴുതാം, അല്ലെങ്കിൽ H3PO4 എഴുതാം. അതിന് കാരണം എന്താണെന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. എന്തുകൊണ്ട് ഏത് ഉപയോഗിക്കുന്നില്ല? ഏത് ഉപയോഗിക്കുന്നില്ല? പിന്നെ H2SO4 ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കും. കേട്ടോ? അപ്പോൾ ഇത് നിങ്ങൾ വേണമെങ്കിൽ H3PO4 കൂടെ എഴുതി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് കംപ്ലീറ്റ് എഴുതാൻ പറ്റും. ബാലൻസ് ഒന്നും ചെയ്യേണ്ട. C3CH2I എഴുതുക. C3CH2I പ്ലസ് എന്താ കിട്ടുക? K3PO4 ഉണ്ടാവും. പിന്നെ വാട്ടർ ഉണ്ടാവും. ഇത് ഞാൻ ബാലൻസ് ചെയ്യുന്നില്ല. ഓക്കെ. പരീക്ഷ ചോദിക്കുന്നത് എന്തുകൊണ്ട് H2SO4 ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പോൾ H2SO4 എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് അറിയണമെങ്കിൽ ഇവിടെ H2SO4 ഉപയോഗിക്കുന്ന അറിയണ്ടേ? അത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് H2SO4 ഉപയോഗിക്കുന്ന കാരണം ഈ H2SO4 ആണ് ഉപയോഗിച്ചെങ്കിൽ ആ H2SO4 KIയെ അയോഡിനായിട്ട് ഓക്സിഡൈസ് ചെയ്യും. കേട്ടോ? അപ്പോൾ ഇത് H2SO4 നോട്ട് സ്യൂട്ടബിൾ. H2SO4 നോട്ട് സ്യൂട്ടബിൾ for the preparation of alkyl iodide from alcohol. For the preparation of alkyl iodide from alcohol. This is because H2SO4 oxidize Ki to iodine. H2SO4 oxidize Ki to iodine. H2SO4 oxidize Ki to iodine. ആയില്ലേ? ഇനി അടുത്തത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വഴി ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കും. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് എഴുതിക്കോ. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വിചാരിക്കുക. ഒരു കാർബൺ ആറ്റം, അതിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ആറ്റം കൊടുക്കുക. വേറെ എത്ര ഹൈഡ്രജൻ ഉണ്ടായിക്കോട്ടെ, ഹൈഡ്രോ കാർബണാണ് അർത്ഥം.
ഇതിന് നമ്മൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ, ക്ലോറിൻ അല്ലെങ്കിൽ ഏതാ ബ്രോമിൻ കേട്ടോ. ഫ്ലൂറിൻ എഴുതുന്നില്ല, അയോഡിൻ എഴുതുന്നില്ല. ഓക്കെ, ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ. പിന്നെ ഇൻ ദി പ്രസൻസ് ഓഫ് ഏത് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ HNU, സൺലൈറ്റ് അല്ലെങ്കിൽ UV ലൈറ്റ്, സൺലൈറ്റ് UV ലൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഹീറ്റ്. മനസ്സിലായോ? അപ്പോൾ ഒന്നിക്കൽ ചൂടാക്കുക, ശക്തിയെ ചൂടാക്കുക, അല്ലെങ്കിൽ സൺലൈറ്റ് എൻ്റെ പ്രസൻസ് നടത്തുക, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ പ്രസൻസ് നടത്തുക. റിയാക്ഷൻ നടത്തുമ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഈ ഹാലജൻ ആറ്റം വരും. അതായത് ഒന്നിക്കൽ ക്ലോറിൻ അല്ലെങ്കിലോ ബ്രോമിൻ. ഈ നടക്കുന്ന റിയാക്ഷൻ ഒരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. കാരണം ആ റിയാക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണെന്ന് ഓർമ്മിച്ചാൽ മതി. കാർബൺ സിംഗിൾ ബോണ്ട് ഇവിടെ H ഇല്ലേ, ഈ ബോണ്ട് ഹോമോളിറ്റിക്കായി ഫിഷൻ നടക്കും. ഹോമോളിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നടക്കും. അപ്പോൾ ഹോമോളിറ്റിക് ഫിഷൻ നടന്നു കഴിഞ്ഞാൽ കാർബൺ ഹൈഡ്രജൻ ഹോമോളിറ്റിക് ഫിഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഹോമോളിറ്റിക് ഫിഷൻ നടന്നാൽ എന്ത് കിട്ടും? കാർബൺ സിംഗിൾ ബോണ്ട് H എഴുതാ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പോൾ മെക്കാനിക്സ് ആവശ്യമില്ല, ഞാൻ വെറുതെ ജസ്റ്റ് എഴുതിയതേ ഉള്ളൂ, എഴുതിപ്പോയി. ഇനി എന്ത് ചെയ്യുക? ആ കാർബൺ ഹൈ ലെവലിലെ അതിൻ്റെ മെക്കാനിക്സ് ഒക്കെ ആവശ്യമുള്ളൂ. റാഡിക്കളാവും, H റാഡിക്കളാവും, C റാഡിക്കളാവും. അപ്പോൾ നമ്മൾ ഈ റാഡിക്കൾ മാത്രം എഴുതിയാൽ മതി, വേറെ കംപ്ലീറ്റ്. ഇത് കാർബൺ ഫ്രീ റാഡിക്കളാണ്. ഇനി ആ കാർബൺ ഫ്രീ റാഡിക്കലിനോട് കൂടി അടുത്ത ഏത് ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ അല്ലേ, ക്ലോറിൻ Cl ബോണ്ട്, ഇത് ബ്രേക്ക് ചെയ്യും. മുഴുവൻ മെക്കാനിക്സ് ഞാൻ എഴുതുന്നില്ല. ബ്രേക്ക് ചെയ്ത് 2 ക്ലോറിൻ റാഡിക്കൽ കിട്ടും. അതിലൊരു ക്ലോറിൻ റാഡിക്കൽ ഈ റാഡിക്കലുമായി കമ്പൈൻ ചെയ്യും. അപ്പോൾ കാർബൺ അതിൻ്റെ കൂടെ ക്ലോറിൻ വരും. മനസ്സിലായോ? ഇതാണ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൽക്കൈൽ ഹാലൈഡിൽ ഒരു ഹൈഡ്രോ കാർബണിൽ കാർബണിൻ്റെ കൂടെ H ഉണ്ടാവുമല്ലോ. ആ H ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാഡിക്കലായി മാറും. ഉണ്ടോ? ആ റാഡിക്കലിൻ്റെ കൂടെ ഒരു ക്ലോറിൻ റാഡിക്കൽ കമ്പൈൻ ചെയ്യും. ഇതാണ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി ഉപയോഗിക്കേണ്ട റിയേജൻറ്റ് ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ് UV ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ്. മനസ്സിലായോ? എന്ന് നിങ്ങൾക്ക് ഏത് കണ്ടാലും ഉത്തരം എഴുതാൻ പറ്റും. പക്ഷേ അതിൽ പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടുതലുണ്ടാവും. കാരണം ഹൈഡ്രജൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ വ്യത്യസ്ത ഏത് ഹൈഡ്രജനായാലും എന്തായി മാറാം? പ്രോഡക്റ്റായി മാറാം. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടുതലുണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്താണ് വെൻ ഹൈഡ്രോ കാർബൺ ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോറിൻ ഓർ ബ്രോമിൻ, വെൻ ഹൈഡ്രോ കാർബൺ ഈസ് treated with chlorine or bromine, in the presence of sunlight or UV light, or heat, free radical substitution takes place to form an alkyl halide. Free radical substitution takes place to form an alkyl halide. ഇതൊന്ന് എഴുതി വെക്കണേ. ഇത് അതേപോലെ ഒന്ന് എഴുതി വെക്കണം. ജസ്റ്റ് മെക്കാനിസം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി, അധികം മെക്കാനിസം ആവശ്യമില്ല. ഇനി ഈ കോമ്പൗണ്ട് നോക്കുക. CH3 CH2 CH3 പ്ലസ് Cl2, ഇവിടെ സൺലൈറ്റ്. പ്രോഡക്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് CH3യും ഈ 2 CH3 സെയിം അല്ലേ, ഐഡൻറ്റിക്കൽ അല്ലേ. ഈ CH3 പ്രൈമറി കാർബണാണ്. അപ്പോൾ ഈ CH3 വായിച്ചിട്ട് ഒഴിവാക്കിയിട്ട് വായിച്ചേ CH2 CH3, ഈ CH3 ഒഴിവാക്കി വായിച്ചേ CH2 CH3, 2 സെയിം അല്ലേ. പക്ഷേ ഇത് സെക്കൻഡറി ആണ് CH2. അപ്പോൾ 2 ടൈപ്പ് കാർബണാണുള്ളത്. 3 കാർബൺ ഉണ്ടെങ്കിൽ 2 ടൈപ്പ് കാർബണാണല്ലേ. അപ്പോൾ 2 സ്ഥലത്തും ഹാലജൻ വരാം. അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞേ CH3 CH2 CH2 Cl പ്ലസ് അടുത്ത് പറഞ്ഞേ CH3 CH2 CH3 CHCl CH3. ഇപ്പോൾ 2 പ്രോഡക്റ്റ് കിട്ടും. കിട്ടിയില്ലേ? 2 പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ഇനി ഇതാണ് കോമ്പൗണ്ട് നിൽക്കുക. CH3 CH3 ദെൻ CH2 CH3. ഇത് ഞാൻ ബ്രോമിനുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഏതായാലും അറിയാലോ, മൂന്നിലേത് 1. അപ്പോൾ നമുക്കറിയാം ഈ CH3യും ഈ CH3 സെയിം ആണ്. എന്തുകൊണ്ട്? ഈ CH3 ഒഴിവാക്കിയാൽ ബാക്കി വായിച്ചേ CH3 CH2 CH3, ഈ CH3 ഒഴിവാക്കി വായിച്ചേ CH3 CH2 CH3. പക്ഷേ ഈ CH3 ഡിഫറൻ്റ് അല്ലേ. ഓക്കെ, വായിച്ചേ CH3
CH2 CH CH3 CH3 സറൗണ്ടിങ് ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ 3 CH3 ഉണ്ടെങ്കിലും അതിൽ 2 ടൈപ്പ് കാർബൺ, ഇത് സെയിം ആണ്, ഇത് വേറെയാണ്. ഇത് CH2 സെക്കൻഡറി, ഇത് CH ടേഴ്ഷറി അല്ലേ? അപ്പോൾ എത്ര ടൈപ്പ് കാർബണായി? ഇത് രണ്ടും കൂടെ 1 2 3 4. അപ്പോൾ എത്ര പ്രോഡക്റ്റ് കിട്ടും? 4 പ്രോഡക്റ്റ് കിട്ടും. ഇനി ഒന്നും പണിയില്ല, ആ 4 പ്രോഡക്റ്റ് ഓരോന്നായി എഴുതിയാൽ മതി. ഫസ്റ്റ് ഞാൻ ഇപ്പുറത്തെ കാർബൺ വെച്ച് കൊടുക്കുന്നത് CH2Cl, പിന്നെ CH3. ഓക്കെ, എഴുതണേ ഒരുമിച്ച്. CH2Cl CH3, പിന്നെ CH2C3 അടുത്ത് പ്ലസ് അടുത്ത് എഴുതുക. ഈ കാർബണിൽ H പകരം ഞാൻ Cl ആക്കുന്നേ. പറഞ്ഞേ C3 പറയൂ. CH3 ഇവിടെയോ Cl BR അല്ലേ? സോറി, അപ്പോൾ BR എഴുതാം. ഇവിടെ BR അല്ലേ? BR. പിന്നെ ബാക്കി പറഞ്ഞേ CH2C3 പ്ലസ് അടുത്തത് ഇവിടെ BR ആക്കി ഇവിടെ പറയാം. അപ്പോൾ C3 ദെൻ CH3 ബാക്കി പറ. CH2 അല്ലേ? CHBr ദെൻ C3 പ്ലസ് ഇനി ഈ C3ക്ക് പകരം BR കൊടുക്കുക, Hന് പകരം. അപ്പോൾ C3 CH3 ദെൻ CH2 ദെൻ CH2BR. അപ്പോൾ 4 പ്രോഡക്റ്റ് ആയില്ലേ? 4 പ്രോഡക്റ്റ് ആയി. ക്ലിയർ ആയോ? അതിൽ ഏത് മേജർ പ്രോഡക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ടേഴ്സറി ഹാലൈഡാണ് കൂടുതൽ മേജർ പ്രോഡക്റ്റ്. കാരണം ടേഴ്സറി കാർബൺ ഫ്രീ റാഡിക്കലാണ് സ്റ്റേബിൾ. ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി കാർബോകാറ്റയോണിനെ പോലെ തന്നെയാണ്. ടേഴ്സറി ഫ്രീ റാഡിക്കൽ, പിന്നെ സെക്കൻഡറി ഫ്രീ റാഡിക്കൽ, പിന്നെ പ്രൈമറി ഫ്രീ റാഡിക്കൽ കേട്ടോ. അപ്പോൾ മേജർ പ്രോഡക്റ്റ് ചോദിച്ചാൽ ടേഴ്സറി ആയിരിക്കും. പക്ഷേ വളരെ വ്യക്തമായിട്ട് പറയാനാവില്ല, അതിന് വളരെ ഡെപ്തുള്ള ഐഡിയാസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മേജർ പ്രോഡക്റ്റ് ഇപ്പോൾ പറഞ്ഞിരുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയാം. ബെൻസീൻ റിങ് CH3. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? യെസ്, Br2 ബാർ, യെസ് UV ലൈറ്റ്. ഇനി ഈ ബ്രോമിനേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സാധനം കൂടി ഉപയോഗിക്കുക, NBS എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കും. NBS എന്ന് പറഞ്ഞാൽ മുഴുവൻ പേര് ഞാൻ വെറുതെ പറഞ്ഞുതരാം, പിന്നീട് ഡെപ്തിൽ പഠിക്കുമ്പോഴേ അത് ആവശ്യമുള്ളൂ. N-ബ്രോമോ സക്സിനമൈഡ് എന്ന് പറയും. N-ബ്രോമോ സക്സിനമൈഡ് ജസ്റ്റ് കേട്ടാൽ മതി, NBS എന്ന് കേട്ടാൽ മതി ഇപ്പോൾ തൽക്കാലം. അപ്പോൾ അത് ബ്രോമിൻ വരാൻ വേണ്ടി അത് ഉപയോഗിക്കാറുണ്ടെന്ന്. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ആ C3 ബെൻസീൻ റിങ്ങിൽ നേരിട്ട് C3 ഇല്ലേ, ആ C3യിൽ H കളയുക, അതിൻ്റെ അവിടെ BR കൊടുക്കുക. ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ ഒന്നും BR വരില്ലേ. ബെൻസീൻ റിങ്ങിലുള്ള കാർബണിൽ BR വരില്ല. ഏത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി. ഓക്കെ, അത് ഹൈ ലെവലിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പം നമ്മൾ അധികം ലെവലിൽ പഠിക്കണില്ല. ഓക്കെ, ഇനി ഇത് പിന്നെ ബ്രോമിനേഷൻ നടത്തുകയാണെങ്കിലോ Br2 ബാർ ഹീറ്റ്. ഇനി നേരത്തെ പറയാൻ പറ്റുമോ, ഇത് ക്ലോറിനേഷൻ ആയതുകൊണ്ടാണ് മേജർ പ്രോഡക്റ്റ് ചെയ്ത് ടേഴ്സറി എന്ന് ഉറപ്പിച്ച് ഞാൻ പറയാത്തത്. ബ്രോമിനേഷൻ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് ടേഴ്സറി ആണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞോ, ഇപ്പോൾ തന്നെ പറഞ്ഞ് പഠിച്ചാൽ നല്ലതാണ് കേട്ടോ. ബ്രോമിനേഷനിൽ റീസണൊക്കെ പിന്നീട് പറയാം. ഓക്കെ, ഇനി നോക്ക്. അപ്പോൾ ബെൻസീൻ റിംഗ് CH2C3 Br2 ബാർ ഹീറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കാർബണിലും 2 H ഉണ്ട്, ഈ കാർബണിലും 3 H ഉണ്ട്. രണ്ടും ഡിഫറൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ ഈ ബെൻസീൻ റിങ്ങിനോട് കണക്ട് ചെയ്ത കാർബണിൽ Hന് പകരം BR കൊടുത്തോ, അതാണ് മേജർ പ്രോഡക്റ്റ്. ബെൻസീൻ ക്ലോറിനായാലും ബ്രോമിനായാലും ബെൻസീൻ റിങ്ങിനോട് കണക്ട് ചെയ്ത കാർബണിൽ H ഉണ്ടെങ്കിൽ അതിന് പകരം BR കൊടുത്തോ, അതാണ് മേജർ പ്രോഡക്റ്റ്. കാരണം ഈ H പോയാൽ ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ കിട്ടും. ആ ഫ്രീ റാഡിക്കൽ ആണ് ഉണ്ടാവുക 100%, 99.9% ആ റാഡിക്കൽ ഉണ്ടാവില്ല, മറ്റേ റാഡിക്കൽ ഉണ്ടാവില്ല കേട്ടോ. ബെൻസൈലിക് ആണെങ്കിൽ അതാണ് ഏറ്റവും സ്റ്റേബിളായ ഫ്രീ റാഡിക്കൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ CH3യിൽ Hന് പകരം ഒരു BR കൊടുത്ത പ്രോഡക്റ്റ് നിങ്ങൾ എഴുതുകയേ വേണ്ട, കാരണം അത് ഉണ്ടാവുന്നേ ഇല്ല. അപ്പോൾ ഇവിടെ CHBr എഴുതുക. പഠിച്ചോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ബെൻസീൻ റിംഗ് കണക്ട് ചെയ്ത കാർബണിൽ H ഉണ്ടെങ്കിൽ അതിന് പകരം BR അല്ലെങ്കിൽ Cl കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ക്ലിയർ ആയോ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ? യെസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമ്മൾ 11ാം ക്ലാസ്സിൽ പഠിച്ച റിയാക്ഷൻസും ഉപയോഗിക്കാം. അതായത് ആൽക്കീൻസിലേക്ക് ഏത് ഹൈഡ്രജൻ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലജൻ ചേർക്കുക കേട്ടോ. മാർക്കോണി കോഫുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അൺസിമെട്രിക്കൽ ആൽക്കീനിൽ അത് ഞാൻ 1-2 എക്സാമ്പിൾ എഴുതിത്തരാം. ഓക്കെ, CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBrൽ BR ഡെൽറ്റ നെഗറ്റീവ് H ഡെൽറ്റ പ്ലസ്. അപ്പോൾ നമുക്കറിയാം, ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതുന്നത്. അപ്പോൾ എന്താണ്, വെൻ ഇൻ ആൽക്കീൻ ഈസ് ട്രീറ്റ് വിത്ത് HBr അല്ലേ, വെൻ ഇൻ ആൽക്കീൻ ഈസ് ട്രീറ്റ് വിത്ത് HBr. പിന്നെ എന്താണ്, ആൽക്കൈൽ ഹാലൈഡ് ഫോം HBr അല്ല, ഹൈഡ്രജൻ ഹാലൈഡ്. HBr എന്ന് എഴുതണ്ട. വെൻ ഇൻ ആൽക്കീൻ ഈസ് ട്രീറ്റ് വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്
hydrogen halide, alkyl halide is formed. When an alkene is treated with hydrogen halide, alkyl halide is formed. In the case of unsymmetrical alkene, the addition takes place according to Markovnikov rule. In the case of unsymmetrical alkene, the addition takes place according to Markovnikov rule. Unsymmetrical alkene, the addition takes place according to Markovnikov rule. Okay? കഴിഞ്ഞ പോലത്തെ നോട്ട്സ് ഒന്നും എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നോക്ക്, ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. എന്താ കിട്ടുക? എന്താ കിട്ടുക പറ? നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിൽ CHലേക്ക് ചേർക്കണം. അപ്പോൾ C3 CHBr C3 ഇതല്ലേ മേജർ പ്രോഡക്റ്റ്, പ്ലസ് മറ്റേ പ്രോഡക്റ്റും കിട്ടും അല്ലേ? ഇനി അതേ സമയത്ത് ക്ലിയർ ആയോ? എന്നാൽ പിന്നെ ഞാൻ അടുത്ത് എഴുതുന്നില്ല, പക്ഷെ പകരം എന്താണെന്നറിയോ, HBruമായിട്ട് റിയാക്ഷൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോഫ് അഡീഷൻ നടക്കും അല്ലേ? അപ്പോൾ ഇതിക്കോ ദി അഡീഷൻ ഓഫ് HBr വിത്ത് unsymmetrical alkene, the addition of HBr with unsymmetrical alkene in the presence of a peroxide takes place according to anti-Markovnikov rule. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ടേ, C3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr, ഇവിടെ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് മേജർ പ്രോഡക്റ്റ് എന്തായിരിക്കും? C3 CH2 Br. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ അധികം എക്സാമ്പിൾ എഴുതുന്നില്ല, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണത്. ഇനി ഒരു ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം CH2 ഡബിൾ ബോണ്ട് CH2 ഏത് ആൽക്കീനാലും ശരി, അത് ബ്രോമിൻ അല്ലേ, ഇൻ ദി പ്രസൻസ് ഓഫ് ഏത് കാർബൺ ടെട്രാക്ലോറൈഡ്, ബ്രോമിൻ ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ബ്രോമിൻ ഇവിടെ വരും, ഒരു ബ്രോമിൻ ഇവിടെ വരും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എന്താ കിട്ടുക? C3 പറഞ്ഞോ, CH3 അല്ല CH2 Br സിംഗിൾ ബോണ്ട് CH2 Br കിട്ടിയില്ലേ? ഈ ബ്രോമിൻ ഇവിടെയും വന്നു. ഇത് ഡൈഹാലൈഡാണ്. ഇത് നമ്മൾ എന്താ പറയുക, ബിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയും. എന്താ ബിസിനൽ ഡൈഹാലൈഡ് കോമൺ പേര്? ബിസിനൽ ഡൈഹാലൈഡ്, ഇതിൻ്റെ പേര് ബിസിനൽ ഡൈഹാലൈഡ് എന്നല്ല കേട്ടോ. ഇത് 1,2-ഡൈബ്രോമോ ഈഥെയ്ൻ അല്ലെങ്കിൽ ഇതിനെ എത്തിലിഡീൻ ബ്രോമൈഡ് എന്ന് പറയും. കോമൺ നെയിം എത്തിലിഡീൻ ബ്രോമൈഡ്, കോമൺ നെയിമാണേ. ഇതൊരു എക്സാമ്പിൾ ഫോർ വിസിനൽ VICINAL വിസിനൽ ഡൈഹാലൈഡ്. എന്താ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ, അഡ്ജസൻറ്റ് കാർബണിൽ ഹാലജൻ ഉണ്ടെങ്കിൽ അതിനെ വിസിനൽ ഡൈഹാലൈഡ് പറയും. ഒരേ കാർബണിലാണെങ്കിൽ അതിനെ ജെം ഡൈഹാലൈഡ് പറയും. ജെം അല്ലെങ്കിൽ ജെമിനൽ കേട്ടോ. ഓക്കെ, വിസിനൽ ഡൈഹാലൈഡ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻ വഴി എങ്ങനെ ആയാലും എന്ത് കിട്ടും? വിസിനൽ ഡൈഹാലൈഡ് കിട്ടും. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ അൺസാച്ചുറേഷൻ ടെസ്റ്റ് എന്ന രൂപത്തിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അൺസാച്ചുറേഷൻ ടെസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഇയറിലെ അൺസാച്ചുറേഷൻ ടെസ്റ്റ് എന്ന രൂപത്തിൽ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ബ്രോമിൻ്റെ കളർ എന്താണ്? റെഡിഷ് ബ്രൗൺ ആണ്. അത് കളർലെസ് ആവും. ഈ ബ്രോമിൻ ഇല്ലാതായ കളർലെസ് ആയില്ലേ? കാർബൺ ടെട്രാക്ലോറൈഡിൽ ഡിസോൾവ് ചെയ്ത ബ്രോമിൻ്റെ കളർ റെഡിഷ് ബ്രൗൺ ആണ്. ആ ബ്രൗൺ കളർ ഇല്ലാതാവും. ഏത് ആൽക്കീനോ ആൽക്കൈനോ ആണെങ്കിൽ. അതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അൺസാച്ചുറേഷൻ ടെസ്റ്റ്. ഓക്കെ, അടുത്തത് പ്രിപ്പറേഷൻ അറൈൽ ഹാലൈഡ് ഹെഡിങ് എഴുതിയേ. പ്രിപ്പറേഷൻ അറൈൽ ഹാലൈഡ് ഒന്നുമില്ല. ഒന്നാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് നമുക്കറിയാം. ഒരു എന്താണ് ബെൻസീനുമായിട്ട് ഏതാ ക്ലോറിനോ ഒരു ഹാലജൻ ആറ്റം ഏത് ക്ലോറിൻ പിന്നെ അല്ലെങ്കിൽ ബ്രോമിൻ
റിയാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇലക്ട്രോഫിൽ ഹാലജൻ കാരിയറായ FeCl3 അല്ലെങ്കിൽ FeBr3 വേണം. കഴിഞ്ഞാലും പഠിച്ചാണ്. അപ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ ക്ലോറോ ബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീൻ കിട്ടും അല്ലേ. അപ്പോൾ ഓക്കെ, ബെൻസീൻ പ്ലസ് ക്ലോറിൻ, എയറോ മാർക്കിൻ്റെ മുകളിൽ FeCl3. അപ്പോൾ ഈ എച്ചും ഈ Cl കൂടെ എന്താവും? HCl ആവും അല്ലേ, -HCl. പ്രോഡക്റ്റ് ബെൻസീൻ റിംഗ് Cl. ഇതല്ലേ ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇനി അത് ബ്രോമിനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിലോ ഈ ബെൻസീൻ, ഇവിടെ ബെൻസീൻ തന്നെ എഴുതാം, ബെൻസീൻ പ്ലസ് ബ്രോമിൻ, എയറോ മാർക്കിൻ്റെ കൂടെ FeBr3 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ എന്ത് കിട്ടും? ബ്രോമിൻ കിട്ടും പ്ലസ് ഇവിടെ -HBr എന്ന് എഴുതിയാൽ മതി. ഇത് ഹാലജൻ കാരിയറാണ് കേട്ടോ. ഇനി FeBr3 FeCl3 ഒരു അയൺ മാത്രമാണെങ്കിലും അയൺ മാത്രവും ഒരു ഹാലജൻ കാരിയറായിട്ട് ആക്ട് ചെയ്യും കേട്ടോ, ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ട് ഈ ഇക്വേഷൻ ചോദിച്ചാൽ മതി, ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എഴുതിയല്ലോ ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്തത് സാൻമേയേഴ്സ് റിയാക്ഷൻ എഴുതുക. സാൻമേയേഴ്സ് SANDMAYER'(S) അതിലെ SANDMAYER'(S) സാൻമേയേഴ്സ് റിയാക്ഷൻ. ആ സാൻമേയേഴ്സ് റിയാക്ഷനിലെ ഒരു എഴുതല്ല, ഞാൻ പറയാം. ബെൻസീൻ റിങ് N2Cl, ഈ കോമ്പൗണ്ടിന് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയും. അതിപ്പോൾ പഠിച്ചു വെക്കുക, ഇത് അമീൻസിൻ്റെ പാഠത്തിൽ കൂടുതലായി വരും കേട്ടോ. ബെൻസീൻ ഡയസോണിയം DIAZONIUM ഡയസോണിയം ക്ലോറൈഡ്. ഓക്കെ, ഇതാണ് ബെൻസീൻ. അത് ഏതുമായി റിയാക്ട് ചെയ്യണം? HCl ഇൻ ദി പ്രസൻസ് ഓഫ് HCl അല്ലേ, ഇൻ ദി പ്രസൻസ് ഓഫ് കുപ്രസ് ക്ലോറൈഡ്. കുപ്രസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ Cu2Cl2 ആണ് കറക്റ്റ്. ഈ CuCl എന്ന് എഴുതിയാലും മതി. അതേപോലെ തന്നെ ഡയസോണിയം ക്ലോറൈഡ് ബെൻസീൻ റിങ് N2Cl, HBr ഇൻ ദി പ്രസൻസ് ഓഫ് CuBr അല്ലെങ്കിൽ Cu2Br2 റിയാക്ട് ചെയ്യാം. ഈ ഡയസോണിയം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഞാൻ ജസ്റ്റ് പറയാം. N2Cl എന്ന് പറഞ്ഞാൽ N2+Cl-, ഒരു സോൾട്ട് ലൈക്ക് സാധനമാണ് കേട്ടോ. ഓർഗാനിക്കലി സോൾട്ട് ലൈക്ക് സാധനം ഉണ്ടാകുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ സോൾട്ട് ലൈക്ക് N2+ഉം Cl-ഉം. ഈ ഡയസോണിയം ക്ലോറൈഡിൻ്റെ കറക്റ്റ് കെമിസ്ട്രി അമീൻസിലെ പഠിക്കും. റിയാക്ഷൻ നടക്കുമ്പോൾ N2 ഗ്യാസായി പോകും. ഇവിടെ നോക്കിയാൽ ഈ N2 ഗ്യാസായി പോകും. ഈ Cl ആയി അവിടെ നിന്നോട്ടെ, Cl- ആയി അവിടെ നിൽക്കും. ഇനി ഈ HCl ആ HCl അല്ല ശരിക്കും വരുന്നത്, പക്ഷെ നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു Cl ഇവിടെ വരും. HCl-ലുള്ള Cl അല്ല യഥാർത്ഥത്തിൽ വരുന്നത് കേട്ടോ. അത് നമുക്കിപ്പം പഠിക്കാനുള്ള സ്കോപ്പില്ല, മെക്കാനിസം പഠിക്കാനുള്ള സ്കോപ്പ് ഇപ്പം ഈ ലെവലിലില്ല. ഓക്കെ, അപ്പോൾ ഏത് ഈ ഒരു Cl ഇവിടെ വരും. അപ്പോൾ നമുക്കൊരു കാര്യം, ബെൻസീൻ റിങ്ങിൽ N2Cl അങ്ങ് പോയി, എന്നിട്ട് ഒരു Cl ഇവിടെ വന്നു, പുതിയ Cl ഒന്നില്ലേ. ഈ Cl അല്ല, പിന്നെ ഇപ്പുറത്തുനിന്നൊരു Cl വരുന്നത് കേട്ടോ. വേണമെങ്കിൽ ഓർമ്മിച്ചോ, ഈ കുപ്രസ് ക്ലോറൈഡല്ല ക്ലോറിനാണ് വരുന്നത്. അപ്പം ഞാനത് എങ്ങനെയാണ് മെക്കാനിസം പറഞ്ഞാലേ അത് പറയാൻ പറ്റൂ. പിന്നെ ഏത് N2, നിങ്ങൾ N2 എഴുതിയാൽ മതി, ബാക്കിയൊന്നും ചെയ്യേണ്ട. അതേപോലെ ഇതാണ് റിയാക്ഷൻ എങ്കിൽ നിങ്ങൾ ബെൻസീൻ റിങ് എന്ത് എഴുതുക? Br, ഇവിടെ +N2 എഴുതിയാൽ മതി കേട്ടോ. ഈ റിയാക്ഷനെ നമ്മൾ സാൻമേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ എല്ലാവരും എഴുതിയേ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് benzene diazonium chloride is treated with benzene diazonium chloride is treated with HCl in the presence of anhydrous ZnCl2, HCl in the presence of anhydrous ZnCl2, HCl in the presence of anhydrous ZnCl2 or HCl in the presence of Cu2Cl2. anhydrous ZnCl2 എല്ലാം മാറിപ്പോയി. HCl in the presence of cuprous chloride, CuCl എന്നോ അല്ലെങ്കിൽ Cu2Cl2 എന്നോ കേട്ടോ, cuprous chloride or HBr in the presence of cuprous bromide, Cu2Br2 അല്ലെങ്കിൽ CuBr എഴുതിയോ. corresponding aryl halide is formed, corresponding aryl halide is formed, corresponding aryl halide is formed, corresponding aryl halide is formed. This reaction is called Saint-Maye's reaction. Corresponding aryl halide is formed. This reaction is called Saint-Maye's reaction. This reaction is called Saint-Maye's reaction.
ഇനി ഈ ഇക്വേഷൻ ബെൻസീൻ റിങ് N2Cl പ്ലസ് HCl, ബെൻസീൻ റിങ് N2Cl പ്ലസ് HCl, എറോ മാർക്കറ്റിൽ Cu2Cl2, ടെക്സ്റ്റ് ബുക്കിൽ CuCl എന്നാണ് ഉള്ളത്, ഇനി CuCl തന്നെ എഴുതിക്കോ കേട്ടോ. CuCl gives ബെൻസീൻ റിങ് Cl പ്ലസ് N2. അടുത്ത് ബെൻസീൻ റിങ് N2Cl, താഴെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പ്ലസ് HBr, എറോ മാർക്കറ്റിൻ്റെ മുകളിൽ CuBr എന്ന് എഴുതിക്കോ, Cu2Br2 ഇല്ലെങ്കിൽ CuBr പറഞ്ഞോ. പ്രോഡക്റ്റ് ബെൻസീൻ റിങ് Br പ്ലസ് N2, ബ്രോമോ ബെൻസീൻ. അപ്പോൾ ക്ലോറോ ബെൻസീനും കിട്ടി, ബ്രോമോ ബെൻസീനും കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രി ആയതുകൊണ്ട് മാറ്റി എഴുതണം. ഹൗ വിൽ യു കൺവേർട്ട് എഴുതിക്കോ. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇൻറ്റു ക്ലോറോ ബെൻസീൻ ആൻഡ് ബ്രോമോ ബെൻസീൻ. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇൻറ്റു ക്ലോറോ ബെൻസീൻ ആൻഡ് ബ്രോമോ ബെൻസീൻ. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ.